ലോ കോളേജിൽ വസുകിയുടെയും ജൂനിയറായിരുന്നു നീലിമ. ലോ കോളേജിൽ സജീവ പാർട്ടി പ്രവർത്തനമുള്ളതുകൊണ്ട് തന്നെ വാസുകിക്ക് ജൂനിയർ കുട്ടികളെയും അറിയാമായിരുന്നു. അവർക്ക് പഠനത്തിനാവശ്യമായ പല സഹായങ്ങളും പാർട്ടി വഴി ചെയ്തു കൊടുത്തിരുന്നു. ഒരിക്കൽ വാസുകിയെ തിരക്കി നീലിമ അവരുടെ ക്യാമ്പ് നടക്കുന്നിടത്ത് ചെന്നു. ഫസ്റ്റ് ഇയർ കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ലൈബ്രറിയിൽ ഉണ്ടെന്ന് പറഞ്ഞു സീനിയറായിരുന്ന ചെറുപ്പക്കാർ. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കോളേജിൽ പ്രശ്നക്കാരായിരുന്ന ചെറുപ്പക്കാർ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിന് പിന്നാലെ ലൈബ്രറിക്ക് പോയത് സംശയം തോന്നിയ ഒരു പെൺകുട്ടി വാസുകിയെ വിവരം അറിയിച്ചു. വാസുകി അവിടെ എത്തിയപ്പോൾ കണ്ടത് ചുഴലി വന്ന് ബോധമറ്റ് കിടക്കുന്ന നീലിമയെയാണ്. അതൊരു ആത്മബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കിൻ്റെ തിളക്കത്തോടെ കോളേജ് വിട്ടിട്ടും ഇവൾ ഇറങ്ങും വരെയും ഇവളുടെ വാസുകി കരുതലോടെ കാവലായ കണ്ണീരിൻ്റെ കഥ കേട്ടാണ് ചില രാത്രികളിൽ ഞാൻ എന്നും ഉറങ്ങാറ്. മനു ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. അതുകൊണ്ടാണ് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. വൈഷ്ണവ് പറഞ്ഞുകൊണ്ട് മനുവിനെ നോക്കി. അപ്പോഴും വാസുകിയെ ചുറ്റിപ്പിടിച്ച് തോളിൽ മുഖമമർത്തി നിൽക്കുകയായിരുന്നു നീലിമ. ലോ കോളേജിൽ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയപ്പോൾ ആയിരുന്നു കല്യാണം. ഇവൾ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് അമ്മാവന്മാർ പറഞ്ഞു വിട്ടു. അവിടുത്തെ അഡ്രസ്സ് കൊടുത്തതുമില്ല. അതിൽ ഇവൾക്ക് വലിയ സങ്കടമായിരുന്നു. നീലു, ഇങ്ങോട്ട് മാറ്. ഇവർ അച്ഛനെ കണ്ടിട്ട് വരട്ടെ. ഇനി നിനക്ക് എന്നും വാസുകിയെ കാണാമല്ലോ, അതുപോരെ? നീലിമ കണ്ണീരോടെ വാസുകിയെ നോക്കി. പോയിട്ട് വരാം മോളെ. വാസുകി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. അച്ഛൻ കുറച്ച് ഗൗരവക്കാരനാണ്, പക്ഷേ കഴിവിനെ ബഹുമാനിക്കും. അച്ഛൻ ചേച്ചിയെ ജൂനിയറാക്കും, എനിക്കുറപ്പാ, അവൾ പറഞ്ഞുകൊണ്ട് വൈശുവിനെ നോക്കി. വൈശു അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. ആ വാക്ക് പൊന്നായതുപോലെ വിശ്വനാഥൻ അവളെ ജൂനിയറായി സ്വീകരിച്ചു. അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. അമ്മയും അച്ഛനും ദേവുവും കൂടി അത് ആഘോഷമാക്കി. പായസവും കേക്കും ഒക്കെ ഒരുക്കി. പക്ഷേ വസു മാത്രം ഒന്നിനും കൂടിയില്ല. പായസം പോലും കുടിക്കാതെ ഒരു വാക്ക് പോലും മിണ്ടാതെ മുറി അടച്ചിരുന്നു. മനുവും എത്തി അഭിനന്ദിച്ചു. മനു വിളിച്ചപ്പോൾ തലവേദനയാണ് എന്ന് പറഞ്ഞു വാതിലടച്ചു. പിറ്റേന്ന് മുതൽ മനുവിനും വസുവിനും ഒപ്പം ഞാനും ഇറങ്ങിത്തുടങ്ങി. വളരെ പ്രൗഢിയുള്ള ഒരു മനുഷ്യനായിരുന്നു അഡ്വക്കേറ്റ് വിശ്വനാഥ് പാലാഴി. VP സാർ എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ശ്രദ്ധ നേടാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അവൾക്ക് സാധിച്ചു. അതോടെ ചെറിയ കേസുകൾ സ്വന്തമായി വാദിക്കാനുള്ള അനുവാദവും VP സാർ നൽകി. ഓരോ ദിവസവും വസുവിനൊപ്പം ചിലവഴിക്കാനുള്ള സമയം കുറഞ്ഞത് ഞങ്ങൾക്കിടയിലെ യുദ്ധങ്ങൾ ഒഴിവാക്കി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ തമ്മിൽ ഇടയുമ്പോൾ മാത്രം എനിക്ക് ആ പഴയ വാസുകിയായി വസുവിനോട് യുദ്ധം ചെയ്തിരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നും. അങ്ങനെ ഇരിക്കെയാണ് കോളേജിൽ മനുവിൻ്റെയും വസുവിൻ്റെയും ഗുരുവായിരുന്ന പ്രൊഫസറുടെ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. ഭാര്യയെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് അദ്ദേഹം നിർബന്ധം പറഞ്ഞതുകൊണ്ട് എനിക്ക് വസുവിൻ്റെ കോളേജിൽ പോകാൻ അവസരം കിട്ടി. സാരിയേക്കാൾ വസുവിനിഷ്ടം കുർത്തയാണെന്ന് ഒരിക്കൽ മനു പറഞ്ഞതുകൊണ്ട് തന്നെ പുതുതായി വാങ്ങിയ കുർത്തയെടുത്ത് ബെഡിൽ വെച്ചു. ജീൻസും കുർത്തയും ധരിച്ച് റെഡിയായി പുറത്തേക്കിറങ്ങിയ എന്നെ കണ്ട് ദേവു വാ പൊളിച്ച് നിന്നു. ചേച്ചിയമ്മയെ കണ്ടാൽ ഇപ്പോൾ ഏട്ടൻ്റെ അനിയത്തിയാണെന്നേ പറയുള്ളൂ. കോളേജ് കുട്ടിയെ പോലെയുണ്ട്. അവളുടെ മുഖത്ത് സന്തോഷം. അമ്മയും അച്ഛനും അത് ശരിവെച്ചപ്പോൾ ഞാനും ഹാപ്പി. പക്ഷേ വസു ഒരു വാക്കുപോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, വേഷം കെട്ട് കഴിഞ്ഞെങ്കിൽ ഇറങ്ങി വരാൻ പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. കാറിനുള്ളിൽ ആദ്യമേ സീറ്റ് പിടിച്ച് കയറിയിരുന്ന മനുവിൻ്റെ കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു. ആദ്യമായാണ് ആ വേഷത്തിൽ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ മനുവിനും അതൊരു പുതുമയായിരുന്നു. സംഗതി സൂപ്പറാണെന്ന് മനുവും പറഞ്ഞിട്ടും വസു ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. കോളേജിൻ്റെ കവാടം കടന്ന് വണ്ടി ചുവന്ന വാകകളാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വഴിത്താരയിലൂടെ സഞ്ചരിച്ച് കുട പോലെ വിരിഞ്ഞു നിന്ന ഒരു വാകയുടെ താഴെ പാർക്ക് ചെയ്തു. കാറ്റിൽ കാറിന് മുകളിലേക്ക് രക്തവർണ്ണ പൂക്കൾ മഴയായി പെയ്തിറങ്ങി. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. പക്ഷേ ഒരു കുട്ടി പോലും എന്നെ പരിചയപ്പെടാൻ വന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി നല്ല അടുപ്പമൊന്നും ഇല്ല എന്ന് മനസ്സിലായി. മനുവിനെ സമാധാനമായി കയ്യിൽ കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചു. പിള്ളേർക്കൊക്കെ അങ്ങേരെ കൊല്ലാനുള്ള കലിയാണ് എന്ന മനുവിൻ്റെ നിഗമനം കേട്ട് എനിക്ക് ചിരി വന്നു. പരിപാടികൾ അവസാനിച്ച ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാറിനടുത്തെത്തിയപ്പോൾ ഒരു ചെറിയ ആൾക്കൂട്ടം. കാറിൻ്റെ മുന്നിൽ ഒരു ബുള്ളറ്റ് പാർക്ക് ചെയ്തിരിക്കുന്നു. സാറിൻ്റെ വിനീത വിധേയരായ കുട്ടികൾ എന്നെ പരിചയപ്പെടാൻ വന്നതാണെന്ന ധാരണയിൽ ഞാൻ മനുവിനെ നോക്കി. പക്ഷേ മനുവിൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ ഞാൻ കരുതിയ പോലെയല്ല കാര്യങ്ങൾ എന്നെനിക്ക് തോന്നി.
എൻ്റെ ഉള്ളിൽ അപായമണി മുഴങ്ങി. കൂട്ടത്തിൽ പ്രധാനിയൊന്ന് തോന്നുന്ന ഒരുത്തൻ മുന്നോട്ട് വന്നു. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ സാറേ? സാറിനെയും ഭാര്യയെയും കാത്തു നിൽക്കുമായിരുന്നു ഞാൻ. പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു. അതെ മേഡം, സ്ത്രീകളുടെ പുരോഗതിയും പുരോഗമന ചിന്തയുമാണ് സാറിൻ്റെ മെയിൻ. ആ വകുപ്പിൽ എല്ലാ അവളുമാരും ഇപ്പോൾ ഇവിടെ വിലസുവാ. അതുകൊണ്ട് ഇതൊക്കെ സ്വന്തം ജീവിതത്തിലും സാറ് പാലിച്ചോ എന്ന് ഞങ്ങൾക്കൊന്നറിയണം. അതായത് മേഡം സാറിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി മേഡം ഈ ബുള്ളറ്റ് തനിയെ ഓടിച്ച് കാറിൻ്റെ മുന്നിൽ നിന്നും മാറ്റിയാൽ ഞങ്ങൾക്ക് പോകാം. റോബിൻ, വസുദേവിൻ്റെ ശബ്ദമുയർന്നു. സാറ് ചൂടാകണ്ട. ഒരു മാതൃകയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഗുരു? റോബിൻ വീണ്ടും പരിഹസിച്ചു. അല്ലെങ്കിൽ സാറ് മാറ്റിവെക്ക്. അതെ, സാറാകുമ്പോൾ എളുപ്പമല്ലേ? കൂട്ടത്തിലൊരുവൻ അട്ടഹസിച്ചുകൊണ്ട് താക്കോൽ വസുവിന് നേർക്ക് എറിഞ്ഞു. സ്വതസിദ്ധമായ ശീലം കൊണ്ട് വാസുകി അത് കൈക്കലാക്കി. മേഡം പുലിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഓടിച്ച് മാറ്റിവെക്ക് കാണട്ടെ, റോബിൻ പരിഹസിച്ചു. പണ്ടെങ്ങോ കയ്യിൽ പഴകിയ രാജവാഹനം വർഷങ്ങൾക്ക് ശേഷം തൊട്ടപ്പോൾ ഉള്ളിൽ കുളിരുകോരി. വണ്ടി മുന്നോട്ടെടുത്തു. റോബിനും കൂട്ടരും വാ തുറന്നു നോക്കി നിൽക്കെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ അനായാസം ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. നിമിഷ നേരം കൊണ്ട് കാറിന് ചുറ്റും വലം വെച്ച് അല്പം അകലെയായി വണ്ടി പാർക്ക് ചെയ്ത ശേഷവും വസു നിന്നിടത്ത് നിന്നും അനങ്ങിയില്ല. വസുവിൻ്റെ കണ്ണുകളിൽ വിവേചിച്ചറിയാൻ കഴിയാത്ത ഭാവം, മനുവിൻ്റെ കണ്ണുകളിൽ സന്തോഷം. പിള്ളേര് സംഘം അല്പം മ്ലേച്ഛരായി നിൽക്കുന്നുണ്ട്. ഹലോ റോബിൻ, ഐ ആം വാസുകി. വാസുകി വസുദേവ് എന്ന് പറഞ്ഞാൽ റോബിൻ അറിയില്ല. അഡ്വക്കേറ്റ് വാസുകി എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും. ഞാനാണ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ തൻ്റെ ചേട്ടന് വക്കാലത്തുമായി ഹാജരായത്. കള്ളു കുടിച്ച് ബോധമില്ലാതെ നിർത്തിയിട്ട വണ്ടിയിൽ കൊണ്ട് ഇടിച്ച കേസിൽ. ഈ വണ്ടിയുടെ നമ്പർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. മാത്രമല്ല വണ്ടിയുടെ ഓണർ കോളത്തിൽ തൻ്റെ പേരും കണ്ടു. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഇങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. റോബിൻ്റെ മുഖം വിളറി വെളുത്തു. മാം, ഞാൻ ഐ ആം സോറി. ആളറിയാതെ ഞാൻ റിയലി സോറി. സാരമില്ല റോബിൻ, ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളുടെ പ്രായത്തിലും ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കാറിൽ കയറുമ്പോൾ വസുവിൻ്റെ കണ്ണിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ആരാധനയും സന്തോഷവും മനുവിൻ്റെ മുഖത്ത് കണ്ട് ഞാൻ ഞെട്ടി. ഇപ്പോൾ മനുവിൻ്റെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു മാറ്റമുണ്ട്. വസുവിനേക്കാൾ കൂടുതൽ എന്നോടാണ് സംസാരം. വസു അതിനെല്ലാം മൗനമായി അനുവാദം നൽകിയതുപോലെ തോന്നി എനിക്ക്. അതൊട്ടും അംഗീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കയിലിരുന്ന് എന്തോ വായിക്കുകയാണ് വസു. ഞാൻ അടുത്തേക്ക് ചെന്നിട്ടും അനക്കമില്ല. കുറച്ച് സമയം നിന്ന് സഹിക്കെട്ടപ്പോൾ ഞാൻ കിടക്കയിലിരുന്നു. അത് എൻ്റെ കെട്ടിയോനെ വല്ലാണ്ട് പ്രകോപിതനാക്കി. എന്താ നീ ഇന്ന് ഇവിടെയാണോ കിടക്കുന്നത്? അതെ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിനൊപ്പമല്ലാതെ ആരുടെ ഒപ്പമാണ് കിടക്കേണ്ടത്? എനിക്കും ദേഷ്യം വന്നു. വാസുകി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വസു ബുക്ക് കിടക്കയിലേക്ക് എറിഞ്ഞു. എന്നെയും? എന്താ ഉദ്ദേശം? മനുവിൻ്റെ എന്നോടുള്ള അടുപ്പം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുക അല്ലേ? ഇപ്പോൾ നിങ്ങളെക്കാൾ എൻ്റെ കാര്യങ്ങൾ അറിയാനാണ് അയാൾക്കിഷ്ടം. എനിക്കറിയാം അത് നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടെന്ന്. പക്ഷേ കാണാത്ത ഭാവം നടിക്കുക. പെട്ടെന്ന് വസു ചാടി എഴുന്നേറ്റ് ശബ്ദമുയർത്തി. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ എന്ത് ചോദിക്കാനാ? നിന്നോട് അവന് ഇഷ്ടമാണെന്നോ? വലിയ ഹീറോയിസം കാണിക്കുമ്പോൾ ഓർക്കണം ആണുങ്ങൾക്ക് താല്പര്യം തോന്നുമെന്ന്. അതിനൊക്കെ ഞാൻ എന്ത് ചോദിക്കാൻ? പിന്നെ കാറിൽ കയറിയാൽ നീ എന്നോട് സംസാരിക്കാറില്ലല്ലോ. അവനോടല്ലേ സംസാരം മുഴുവൻ. അതിന് കുഴപ്പമില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് കല്യാണം വേണ്ടാന്ന്. ഇപ്പോൾ നീ കാരണം ഞാൻ അവനെ ചോദ്യം ചെയ്താൽ നാളെ ഈ ലോകത്ത് എനിക്കാരുമില്ലാതെയാകും. അത് നിനക്കറിയാമോ? അതെങ്ങനെയാ? വലിയ താരമല്ലേ നീ? വീട്ടിലും കോളേജിലും ഒരാൾ ഒറ്റപ്പെട്ടു പോകുന്ന സങ്കടം നിനക്കറിയില്ല. നിന്നെക്കുറിച്ച് പറയുമ്പോൾ അവന് 100 നാവാ. ബുള്ളറ്റ് ഓടിക്കുന്ന പെണ്ണ്, ജോലിയിൽ മിടുക്കി, തേങ്ങ മാങ്ങ, അതൊക്കെ നീ പറയിപ്പിച്ചതല്ലേ? അല്ലേന്ന്? നീ എൻ്റെ ആരുമല്ല. വിറയ്ക്കുകയായിരുന്നു വസു ദേഷ്യം കൊണ്ട്. പക്ഷേ കണ്ണ് നിറഞ്ഞിരുന്നു. സങ്കടം വരുമ്പോൾ അവന് പ്രാന്താ. ഉള്ളിൽ അടക്കി വയ്ക്കുന്നതെല്ലാം ഒരുമിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ കണ്ണ് നിറഞ്ഞു കലങ്ങും. പക്ഷേ ദേഷ്യമാണെന്നേ തോന്നുള്ളൂ. ഒരിക്കൽ അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു. പക്ഷേ അവസാനത്തെ വാക്കിൽ എനിക്ക് നിയന്ത്രണം വിട്ടു. എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളുടെ ആരുമല്ലാന്നോ? അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? അഗ്നിസാക്ഷിയായി നിങ്ങൾ കെട്ടിയ താലിയുടെ വില എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കൂടെ കിടക്കാൻ നിങ്ങൾക്ക് സമ്മതമില്ലാത്തത് കൊണ്ട് മാത്രം വാസുകി വസുദേവിൻ്റെ ഭാര്യയല്ലാതാവില്ല. തമ്മിലൊരാൾ മരിക്കും വരെ വസുകിയുടെ നെഞ്ചിൽ വസുദേവിൻ്റെ താലിയും നെറുകയിൽ സിന്ദൂരവും ഉണ്ടാകും.
അത് നിങ്ങൾ ഉപേക്ഷിച്ചു പോയാലും ശരി. പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. സങ്കടം കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണീരോടെ അമ്മ നിൽക്കുന്നത് കണ്ടു. ദേവു സോഫയിൽ ഉറക്കം പിടിച്ചിരുന്നു. അച്ഛൻ തലയ്ക്ക് കൈ കൊടുത്ത് ഹാളിൽ ഇരിക്കുന്നു. മോളെ, ആ വിളിയിൽ നിലതെറ്റിപ്പോയി എനിക്ക്. അമ്മേ, കേട്ടില്ലേ ഞാൻ ആരുമല്ലെന്ന്? ആരോടും ഒന്നിനും പരാതി പറയാതെ എന്നോട് കാണിക്കുന്ന ഈ അവഗണന സഹിച്ചും പൊറുത്തും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ ഏട്ടൻ്റെ മനസ്സ് മാറുമെന്ന് കരുതി മാത്രമല്ല, എന്നേക്കാൾ നന്നായി ആ മനുഷ്യനെ ഈ ലോകത്ത് ആർക്കും സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാ. എനിക്ക് ഈ വീടും എൻ്റെ ഭർത്താവും അത്രയ്ക്ക് പ്രിയപ്പെട്ടത് കൊണ്ടാ. എന്നിട്ടും എൻ്റെ വിധി ഇതാണ്. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് തോളിൽ മുഖം ചായച്ചു. കരയല്ലേ മോളെ, അതിൻ്റെ ദോഷം അവനാണ്. എൻ്റെ മോളെ ക്ഷമിക്ക്, ഈ ഒരു തവണ ക്ഷമിക്ക്. അവൻ്റെ തലയിൽ ചെകുത്താൻ കയറിയിരിക്കുക. അത് കേട്ടിട്ടെന്ന പോലെ വസു മതമിളകി പുറത്തേക്ക് ചാടി. അതെ, ചെകുത്താൻ കയറിയിരിക്കുക എൻ്റെ തലയിൽ. നീയെന്ന ചെകുത്താൻ. നീ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞാൽ മതി, നാശം. ബാക്കിയൊക്കെ തനിയെ നേരെയാവും. ആണുങ്ങളെ വശീകരിക്കാൻ നടന്നിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് സൗകര്യമില്ല. ആരെങ്കിലും ഇവളെ കൊന്നാലും ഞാൻ ചോദിക്കാൻ പോകില്ല, അഹങ്കാരി. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ മനസമാധാനം അറിഞ്ഞിട്ടില്ല ഞാൻ, ഇവൾ കാരണം. ഇവൾക്കിപ്പോൾ ഞാൻ മനുവിനെ ഉപദേശിക്കണം പോലും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, താലി കെട്ടിയതല്ലാതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാന്ന്. അതാകും അവന് നിന്നോട് താല്പര്യം. പൊടുന്നനെ അമ്മയുടെ കൈ അന്തരീക്ഷത്തിൽ ഒന്ന് പുളഞ്ഞു താണു. വസു കവിൾ പൊത്തി അമ്മയെ തുറിച്ചു നോക്കി. ഞാൻ വളർത്തിയ മകൻ തന്നെയാണോടാ നീ? ആണോന്ന്? നിന്റെ ആട്ടത്തിനും ദേഷ്യത്തിനും ഞങ്ങൾ മിണ്ടാതിരുന്നത് പേടിച്ചിട്ടല്ല, സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി ക്ഷമിച്ചു. നിന്നേക്കാൾ എത്രയോ ഇളയ കുഞ്ഞിനെ പോലും നീ ഉപദ്രവിച്ചപ്പോഴും നിന്റെ മനസ്സാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷേ നിന്റെ മനസ്സ് ഇത്ര ക്രൂരത നിറഞ്ഞതാണെന്ന് ഈ അമ്മ കരുതിയില്ല. കാലിൻ്റെ സ്വാധീനക്കുറവ് ഇവൾക്കറിയില്ലായിരുന്നു എന്ന് അറിഞ്ഞ രാത്രിയിൽ നിന്റെ അച്ഛൻ ഉറങ്ങിയിട്ടില്ല. ദേവുവിനാണ് ഈ അവസ്ഥയെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുമോ എന്ന് ചോദിച്ചു സങ്കടപ്പെട്ടു. അതിനവൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ നിനക്ക്? ദേവുവിനെ പോലെ കണ്ടാൽ മതിയെന്ന്. പക്ഷേ ഇനി അത് വേണ്ട. വല്ല വയറും 10 മാസം നൊന്ത് പെറ്റു വളർത്തിയ കുഞ്ഞ് നിനക്ക് കൊല്ലാകൊല ചെയ്യാനുള്ളതല്ല. ദേവേട്ട, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? അവള് വശീകരിക്കാൻ ശ്രമിച്ചു പോലും. അങ്ങനെ നടന്നവളാണെങ്കിൽ ഇവനെ കിട്ടാനുള്ളായിരുന്നു. നാളെ രാവിലെ മോളെ കൊണ്ട് വീട്ടിലാക്കിയേക്ക്. മതി ഈ നരക ജീവിതം. അതും പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് പോയി. സ്തംഭിച്ചു നിന്നു ഞാൻ. ദേവു ഉറക്കെ കരഞ്ഞു. ഞാനും പോകും ചേച്ചിയമ്മയുടെ കൂടെ. അച്ഛൻ ദേവുവിനെ ആശ്വസിപ്പിച്ചു. പക്ഷേ ദേവു ഉറക്കെ കരഞ്ഞു. എനിക്ക് ഏട്ടനെ ഇഷ്ടമല്ല. ഞാനും പോകും ചേച്ചിയമ്മയുടെ കൂടെ. നമുക്കും പോകാം അച്ഛാ. എന്നെ കെട്ടിപ്പിടിച്ചുള്ള അവളുടെ ഏങ്ങലടികൾ വീടിനുള്ളിൽ അവശേഷിച്ചു. അപ്പോഴും ഞാൻ മരവിച്ച് നിൽക്കുകയായിരുന്നു. പിറ്റേന്ന് വസുവും മനുവും മാത്രമാണ് പോയത്. അമ്മ എന്നോട് പോകാൻ റെഡിയാവാൻ പറഞ്ഞു. ഞാൻ ദയനീയമായി അമ്മയെ നോക്കി. ഇതൊരു പരീക്ഷണമാണ്. അവന് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവരും. എൻ്റെ മോള് ഇതിന് സമ്മതിക്കണം. ഞങ്ങളുടെ കാലശേഷം നിന്റെ ജീവിതത്തിന് എന്താ അടിസ്ഥാനം? അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ദേവുവിനെ സമാധാനിപ്പിക്കാനായിരുന്നു പ്രയാസം. യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും ദേവു കരഞ്ഞുകൊണ്ടേയിരുന്നു. തിരിഞ്ഞു നോക്കാതെ അച്ഛനോടൊപ്പം ബൈക്കിൽ കയറുമ്പോൾ അറിയാതെ ഒരു തേങ്ങൽ എന്നിൽ നിന്നും ഉയർന്നു. അച്ഛൻ കണ്ണു തുടച്ചു. വീട്ടിലെത്തിയപ്പോൾ എന്നെ കണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ആശങ്ക നിറഞ്ഞു. എന്താ തനിച്ചു വന്നത്? വസു എവിടെ? അച്ഛൻ മറുപടി പറയും മുന്നേ ഞാൻ ചിരിച്ചു. ഏട്ടന് കോളേജിൻ്റെ ഭാഗമായിട്ട് കുറച്ച് യാത്രകളുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. ഇവിടെ അച്ഛനും അമ്മയും തനിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ചുനാൾ ഇവിടെ ഉണ്ടാകും. അച്ഛൻ എന്നെ ദയനീയമായി നോക്കി. ഞാനൊന്നും പറയരുതേന്ന് വിലക്കി. 2-3 ദിവസങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു എന്ന് അമ്മ വിളിച്ചു പറഞ്ഞതിനാൽ അല്പം നേരത്തെ ഇറങ്ങി. പടിപ്പുരയിൽ അച്ഛൻ്റെ ഒപ്പം ഇരിക്കുന്ന ആളെ കണ്ടപ്പോൾ ഞാൻ ശില പോലെ തറഞ്ഞു നിന്നു.